നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ജൂൺ 8 മുതൽ ഞാനീ പറയുന്ന നക്ഷത്രജാതകരുടെ ഗ്രഹനിലയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഈ 8 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉടനടി ഇവർക്ക് നടന്നു കിട്ടും. അത്തരമൊരു വലിയ ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്ക് എത്തുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും വലിയ സൗഭാഗ്യവും വലിയ നേട്ടവും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അങ്ങനെ പ്രതിസന്ധിയും പ്രശ്നങ്ങളുമൊക്കെ അകന്ന് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന, ജീവിതം തിരികെ പിടിക്കുന്ന ആ നക്ഷത്രജാതകരെ നമുക്കറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. ദീർഘകാലമായി നേരിട്ടിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാനോ, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനോ, അതല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനോ ഒക്കെയുള്ള യോഗം അശ്വതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു. കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. അത്രയധികം വലിയൊരു ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ദോഷകാലമൊക്കെ മാറി ഒരു ലക്ഷപ്രഭു യോഗം തെളിയുന്നു. മുടങ്ങിക്കിടന്ന പണവും സ്വത്തുക്കളും തിരികെ ലഭിക്കുന്ന സമയം, എല്ലാ രീതിയിലും സർവൈശ്വര്യം വന്നു ചേരുന്ന സമയം. അടുത്ത നക്ഷത്രം മകമാണ്. മകൻ നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. കടബാധ്യതകളിൽ നിന്നും മോചിതരാകും. പുതിയ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തെളിയും. എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്നു. ഒരു ലോട്ടറിയൊക്കെ അടിക്കാനുള്ള യോഗമൊക്കെ ഇവർക്ക് കാണുന്നു. അടുത്ത നക്ഷത്രം പൂരമാണ്. അനാവശ്യ ചിലവുകളൊക്കെ നിയന്ത്രിക്കുക. തീർച്ചയായും ഇവർക്ക് ഒരു പുതിയ വരുമാന മാർഗം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും. ഇവർ രക്ഷപ്പെടും. തൊട്ടടുത്ത നക്ഷത്രം വിശാഖമാണ്. പുതിയ വീട്, വാഹനം, വസ്തുവകകൾ, ധനം ഇതൊക്കെ സമ്പാദിക്കാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്. തൊഴിൽ മേഖലയിൽ അവിശ്വസനീയമായ പുരോഗതിയും അപ്രതീക്ഷിതമായ ധനലാഭവും ഇവർക്ക് പ്രതീക്ഷിക്കാം. എല്ലാ രീതിയിലും സർവൈശ്വര്യമാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എല്ലാ രീതിയിലും സർവൈശ്വര്യമാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. വിദേശയാത്ര, അതുപോലെ പുതിയൊരു ജോലിക്കൊക്കെ ശ്രമം നടത്തുന്ന പൂരാടൻ നക്ഷത്ര ജാതകർക്ക് ആ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും തങ്ങളുടെ പരിശ്രമങ്ങൾ തുടരുകയാണെങ്കിൽ ജൂൺ 8 മുതൽ തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അങ്ങനെ തന്നെ സാധിക്കും. എല്ലാ രീതിയിലും സർവൈശ്വര്യമാണ്. ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഇവർ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. ജ്യോതിഷ വിശ്വാസമനുസരിച്ച് നവഗ്രഹങ്ങൾ കാലചക്രത്തിൽ നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രഹങ്ങളുടെ സ്ഥാനം മാറുമ്പോൾ അത് ഭൂമിയിലെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഓരോ പ്രഭാവം ചെലുത്തുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ ആ ഒരു ഗ്രഹമാറ്റമാണ് ഇവരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കുക, ഇവരുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. അതിനൊപ്പം ഇവരും പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും വലിയ വിജയം കണ്ടെത്തും. തീർച്ചയായും വലിയൊരു ഭാഗ്യം, വലിയൊരു നേട്ടം ഈ നക്ഷത്രജാതകരെ കാത്തിരിപ്പുണ്ട്. നല്ലതേ സംഭവിക്കുകയുള്ളൂ. ധൈര്യമായിട്ടിരിക്കുക.